ഹലോ നമസ്കാരം. കോർഫൻസസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സൈറ്റ് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ തോപ്പുംപടിയാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 6 ഫീറ്റ് ആയിട്ട് വരുന്നൊരു ഫെൻസിങ് ആണ്. അത്രത്തോണ്ട് ആൾക്കാരെ ശല്യം ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു ഫെൻസിങ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് മീൻ വളർത്തുന്ന ഒരു വലിയൊരു പോണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്രയും പ്രൊട്ടക്ഷൻ നമുക്കതൊന്ന് വേണം എന്നുള്ളത് കൊണ്ടാണ് 6 ഫീറ്റ് ഗ്രൗണ്ട് ലെവൽ ഹൈറ്റ്, അതായത് 8 അടി വരുന്ന കോൺക്രീറ്റ് തൂണുകളാണ് 2 അടിയോളം താഴ്ത്തി വെച്ച് ചെളിയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ ചെളിയിൽ തന്നെ നമ്മളത് ഉറപ്പിക്കുന്നതും അത് ഫിൽട്ടറായി അത് നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്ന ഒരു മഡാണത്. ഞങ്ങൾ ഈ പോസ്റ്റ് ഉറപ്പിച്ച് ഒരു 3 മണിക്കൂർ നേരത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല സ്ട്രെങ്ത്താണ് നമുക്ക് ആ ഒരു പില്ലേഴ്സിനൊക്കെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ ഒരു വെള്ളം മിക്സ് ആയിട്ടുള്ള ഒരു മഡാണെങ്കിലും നല്ല സ്ട്രെങ്ത്തിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുന്ന ഒരു മഡ് കൂടിയാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 6 ഫീറ്റ് ഹൈറ്റിൽ 7 ലൈൻസാണ് ഹൊറിസോണ്ടലി നമ്മളിവിടെ ബാർബഡ് വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് കയറാനോ ഒരാൾ അതിന് ടെൻഡൻസി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ഫെൻസിങ്ങിൻ്റെ മോഡൽ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കോൺക്രീറ്റ് പില്ലറാണ് കാലുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. 2 അടി താഴ്ത്തി 6 അടി ഹൈറ്റിൽ 7 ലൈന് ഹൊറിസോണ്ടൽ ടാറ്റ വയറോൺ ആയുഷാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത് 14 ഗേജാണ്. ഓക്കെ, അത് റോഡിൽ നിന്ന് ഇച്ചിരി മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അപ്പുറത്തൊക്കെ നോക്കിയാൽ അറിയാം, കുട്ടികളൊക്കെ കളിക്കുന്നത് അവർക്കൊരു ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ ഫെൻസ് ലൈനൊക്കെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വീതിയുള്ള റോഡാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ പ്ലോട്ട് നിൽക്കുകയും ചെയ്യും. ഇച്ചിരി സ്ഥലം നമ്മൾ വിട്ടിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളതും. ഓക്കെ, ഫ്രണ്ടേജിൽ നമ്മൾ ഇനി ക്രീപ്പേഴ്സ് കയറ്റാനുണ്ട്. ക്രീപ്പേഴ്സ് കയറ്റിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ക്രീപ്പേഴ്സ് പടർത്തി നല്ല ഭംഗിയിൽ എടുക്കാനാണ് കസ്റ്റമർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു രീതിക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പോണ്ട് വരുന്നത്. അത്യാവശ്യം വലിയൊരു പോണ്ടാണ്. അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് നമുക്ക് ഈ ഒരു ഫെൻസിങ് ചെയ്യാനായിട്ട് കസ്റ്റമർ നമ്മളെ സമീപിച്ചത്. ഇതിലിനി ഗേറ്റുകൾ കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട്. അത് കസ്റ്റമർ സ്വന്തം നിലയ്ക്ക് ചെയ്യാം എന്നുദ്ദേശിച്ചിട്ടാണ്. അതിൻ്റെ ഭാവി പ്രൊജക്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ കൂടെ ഗേറ്റുകൾ ഫിക്സ് ചെയ്യാഞ്ഞത്. ഓക്കെ, ഓരോ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫെൻസിങ്ങിൻ്റെ വർക്കുകൾക്കായിട്ട് നമ്മളെ സമീപിക്കുക. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്.